ജീവശാസ്ത്രം. ജീവശാസ്ത്രത്തിലെ കോശം എന്ന വിഭാഗത്തിൽപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കോശം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. കോശം കണ്ടുപിടിച്ചതാര്? റോബർട്ട് ഹുക്ക്. കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം. കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം മൈക്രോഗ്രാഫിയ. ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികൾ. ഒറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് ഏകകോശ ജീവികൾ. ഉദാഹരണങ്ങൾ യൂഗ്ലീന, അമീബ. ഇവയൊക്കെ ഏകകോശ ജീവികളാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ പ്രോകാരിയോട്ടിക് കോശങ്ങൾ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലീഡർ, തിയോഡർ ഷാൻ എന്നിവർ രണ്ടുപേരും കൂടി ചേർന്നാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചതാരാണ്? റുഡോൾഫ് വിർഷോ. മുമ്പ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്നു മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചത്? മുമ്പ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്നു മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചതാരാണ്? റുഡോൾഫ് വിർഷോ. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗമാണ് വൈറസുകൾ. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയതാരാണ്? ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ്? MJ ഷ്ലീഡർ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ്? തിയോഡർ ഷാൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളാണ് യൂക്കാരിയോട്ടിക് കോശങ്ങൾ. ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങൾ യൂക്കാരിയോട്ടിക് കോശങ്ങൾ. ഒരു കോശത്തിനുള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസുകൾ ഉള്ള കോശങ്ങളാണ് സീനോസൈറ്റുകൾ അഥവാ ബഹുന്യൂക്ലിയർ കോശങ്ങൾ. ഏറ്റവും വലിയ കോശം ഏതാണെന്ന് നോക്കാം. ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ട. ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ. PPLO എന്ന ഏകകോശജീവി ഏതു വിഭാഗത്തിൽപ്പെടുന്നു? PPLO എന്ന ഏകകോശജീവി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മൈക്കോപ്ലാസ്മയാണ്. UP അസിസ്റ്റൻ്റ് 2016 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് ഫംഗോസൈറ്റുകൾ. ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് ഫംഗോസൈറ്റുകൾ. കോശഭിത്തി കാണപ്പെടുന്നത് സസ്യകോശത്തിൽ മാത്രമാണ്. കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം എന്താണ്? സെല്ലുലോസ്. കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. കോശസ്തരം അഥവാ പ്ലാസ്മ സ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥങ്ങൾ ലിപ്പിഡുകളും പ്രോട്ടീനുകളും ചേർന്നാണ് കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് എന്താണ്? ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ്? ജീവദ്രവ്യമാണ്. ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ജീവദ്രവ്യം. പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണിക എന്ന് പറഞ്ഞത് ആരാണ്? പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണിക എന്ന് പറഞ്ഞത് ആരാണ്? TH ഹക്സ്ലി.
ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ എന്താണ്? കോശാംഗങ്ങൾ. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അന്തർദ്രവ്യ ജാലികയിലൂടെ. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അന്തർദ്രവ്യ ജാലികയിലൂടെ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന പേര് നിർദ്ദേശിച്ചത് ക്ലൗഡ് ഫുല്ലം. ഭിത്തികളിൽ റൈബോസോമുകളോട് കൂടിയവ. ഭിത്തികളിൽ റൈബോസോമുകളോട് കൂടിയവ ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോമുകൾ ഇല്ലാത്തവ. ഭിത്തികളിൽ റൈബോസോമുകൾ ഇല്ലാത്തവ എഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഏതാണ്? റൈബോസം. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസം. താഴെ തന്നിരിക്കുന്നവയിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം ഏത്? മൈറ്റോകോൺട്രിയ. LP അസിസ്റ്റൻ്റ് 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കോശമസ്തിഷ്കം. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയസ് ആണ്. കോശത്തിൻ്റെ പവർ ഹൗസ്. കോശത്തിൻ്റെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോകോൺട്രിയ. കോശാസ്ഥികൂടം അന്തർദ്രവ്യജാലിക. ആത്മഹത്യാ സഞ്ചികൾ ഡൈജസ്റ്റീവ് ബാഗ്സ് ഡെമോളിഷൻ സ്ക്വാഡ്. ആത്മഹത്യാ സഞ്ചികൾ ഡൈജസ്റ്റീവ് ബാഗ്സ് ഡെമോളിഷൻ സ്ക്വാഡ് എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ലൈസോസോം. കോശത്തിൻ്റെ എനർജി കറൻസി. കോശത്തിൻ്റെ എനർജി കറൻസി ATP. കോശത്തിലെ ട്രാഫിക് പോലീസ് ഗോൾജി കോംപ്ലക്സ്. കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് ആരാണ്? എന്താണ്? കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻ. കോശശ്വസനം, ATP സംശ്ലേഷണം എന്നിവ നടക്കുന്ന ഭാഗം. കോശശ്വസനം, ATP സംശ്ലേഷണം എന്നിവ നടക്കുന്ന ഭാഗമാണ് മൈറ്റോകോൺട്രിയ. ക്രെബ്സ് പരിവൃത്തി നടക്കുന്ന കോശത്തിലെ ഭാഗം. ക്രെബ്സ് പരിവൃത്തി നടക്കുന്ന കോശത്തിലെ ഭാഗം ഏതാണ്? മൈറ്റോകോൺട്രിയ തന്നെയാണ്. ഊർജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. കരളിലും തലച്ചോറിലും പേശികളിലും കൂടുതലായി കാണപ്പെടുന്നതും മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം മാട്രിക്സ്. മൈറ്റോകോൺട്രിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം മാട്രിക്സ്. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ നിന്നും മാട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രിസ്റ്റേ. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ നിന്നും മാട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗം ക്രിസ്റ്റേ. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിലും ക്രിസ്റ്റേകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിൻ്റെ ആകൃതിയിലുള്ള വസ്തുക്കൾ. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിലും ക്രിസ്റ്റേകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിൻ്റെ ആകൃതിയിലുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് ഓക്സിസോമുകൾ അഥവാ F0F1 കണികകൾ. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് ബെൻഡ. സ്വന്തം കോശത്തിനുള്ളിലെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശഘടകം. സ്വന്തം കോശത്തിനുള്ളിലെ
മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശഘടകമാണ് ലൈസോസോം. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ലൈസോസോം. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം. UP അസിസ്റ്റൻ്റ് 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാഗി. ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഓട്ടോഫാഗി. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിപ്പിക്കുന്ന കോശാംഗം ഫേനം. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ് ഫേനം. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശാംഗം. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയസ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാരാണ്? റോബർട്ട് ബ്രൗൺ. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലം മർമ്മസ്തരം. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. മർമ്മത്തിനുള്ളിലെ ദ്രാവകഭാവം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മർമ്മദ്രവ്യം. ന്യൂക്ലിയസിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖല. ന്യൂക്ലിയസിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖലയാണ് ക്രോമാറ്റിൻ ജാലിക. ക്രോമാറ്റിൻ ജാലിക ക്രോമസോമുകളുമായി മാറുന്നത് കോശവിഭജന സമയത്താണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് ബീജകോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം നാഡീകോശമാണ്. ഏകദേശം 100 വർഷം ആയുസ്സുണ്ട് ഇതിന്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? അരുണരക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം അരുണരക്താണുക്കൾ 120 ദിവസം. കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡുകൾ. കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡുകൾ ഏതൊക്കെയാണ്? DNA, RNA. കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡുകൾ DNA, RNA. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ്? DNA. DNAയിലെ പ്രവർത്തന ഘടകങ്ങൾ. DNAയിലെ പ്രവർത്തന ഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് ജീനുകൾ. ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ക്രോമസോമിലെ DNAയിൽ. ക്രോമസോമിലെ DNAയിൽ. DNAയുടെ പിരിയൻ ഗോവണി ഡബിൾ ഹെലിക്സ് മാതൃക കണ്ടെത്തിയതാരാണ്? DNAയുടെ പിരിയൻ ഗോവണി അഥവാ ഡബിൾ ഹെലിക്സ് മാതൃക കണ്ടെത്തിയതാരാണ്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്. ഓരോ ക്രോമസോമിലെയും DNAകളുടെ എണ്ണം 2.
DNA, RNA എന്നിവ നിർമ്മിതമായിരിക്കുന്ന അടിസ്ഥാന ഘടകം. DNA, RNA എന്നിവ നിർമ്മിതമായിരിക്കുന്ന അടിസ്ഥാന ഘടകം ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡിൽ അടങ്ങിയിരിക്കുന്ന 3 ഘടകങ്ങൾ പെൻറ്റോ ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്. പെൻറ്റോ ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്. DNA-യിലെ ഷുഗർ അറിയപ്പെടുന്നത് ഡീയോക്സി റൈബോസ്. RNA-യിലെ ഷുഗർ അറിയപ്പെടുന്നത് റൈബോസ്. DNA-യിലെ നൈട്രജൻ ബേസുകൾ. DNA-യിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, ഗുവാനിൻ, തൈമീൻ, സൈറ്റോസിൻ. അഡിനിൻ, ഗുവാനിൻ, തൈമീൻ, സൈറ്റോസിൻ. RNA-യിലെ നൈട്രജൻ ബേസുകൾ അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. DNA-യിലെ തൈമീന് പകരമുള്ള RNA-യിലെ നൈട്രജൻ ബേസാണ് യുറാസിൽ. DNA-യുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവ പ്രേഷണം. DNA-യുടെ ധർമ്മം എന്താണ്? പാരമ്പര്യ സ്വഭാവ പ്രേക്ഷണമാണ്. RNA-യുടെ ധർമ്മം എന്താണ്? മാംസ്യ സംശ്ലേഷണം. മാംസ്യ സംശ്ലേഷണം. സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശഘടകം ജൈവകണം. ആഹാര നിർമ്മാണവും സംഭരണവും നടക്കുന്ന സസ്യങ്ങളിലെ ഭാഗമാണ് ജൈവകണങ്ങൾ. ആഹാര നിർമ്മാണവും സംഭരണവും നടക്കുന്ന സസ്യങ്ങളിലെ ഭാഗം ജൈവകണങ്ങൾ. നിറമില്ലാത്ത ജൈവകണം ഏതാണ്? ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ്. നിറമില്ലാത്ത ജൈവകണം ശ്വേതകണം. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ജൈവകണമാണ് ശ്വേതകണങ്ങൾ. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ജൈവകണമാണ് ശ്വേതകണങ്ങൾ. വിവിധ നിറങ്ങളിലടങ്ങിയ ജൈവകണം വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്. വിവിധ നിറങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ജൈവകണം ഏതാണ്? വർണ്ണകണം. ഹരിതവർണ്ണമുള്ള ജൈവകണം ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ്. ഹരിതവർണ്ണമുള്ള ജൈവകണം ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഹരിതകം അഥവാ ക്ലോറോഫിൽ. ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ഹരിതകം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം.